ഞങ്ങൾക്കല്ല കർത്താവേ മഹത്വം മഹത്വം യേശുവിന്. ഞങ്ങൾക്കല്ല കർത്താവേ ഞങ്ങൾക്കല്ല കർത്താവേ മഹത്വം മഹത്വം യേശുവിന്. കളിമൺ പാത്രങ്ങൾ ഞങ്ങൾ, അയോഗ്യദാസരാം ഞങ്ങൾ. കളിമൺ പാത്രങ്ങൾ ഞങ്ങൾ, അയോഗ്യദാസരാം ഞങ്ങൾ. ബലഹീനരാകും ഞങ്ങളെ ഉയർത്തിയ യേശുവിനാണെന്നും മഹത്വം. ബലഹീനരാകും ഞങ്ങളെ ഉയർത്തിയ യേശുവിനാണെന്നും മഹത്വം. ഞങ്ങൾക്കല്ല കർത്താവേ ഞങ്ങൾക്കല്ല കർത്താവേ മഹത്വം മഹത്വം യേശുവിന്. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഞാനൊരു ചോദ്യം ചോദിക്കുമ്പോൾ വിഷമമൊന്നും തോന്നുന്നത്, പെണ്ണുങ്ങളുടെ മനസ്സിനാണോ കട്ടി കൂടുതൽ, ആണുങ്ങളുടെ മനസ്സിനാണോ കട്ടി കൂടുതൽ? പെണ്ണുങ്ങളുടെയാണോ? ഉണ്ടോ ഇവിടെ പറയുന്നത് പെണ്ണുങ്ങളുടെ മനസ്സാണ്. ഒരു കുഞ്ഞു സംഭവം പറയാം, ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തില്ല കേട്ടോ, അങ്ങനെ വിചാരിക്കരുത്. ഭർത്താവ് 3 കുഞ്ഞുങ്ങൾ, ഭാര്യ മറ്റൊരു ചെറുപ്പക്കാരനുമായിട്ട് സ്നേഹമുണ്ട്, അവിശ്വസ്ത ജീവിതം. ഒരു സുപ്രഭാതത്തിൽ ഇവള് അവന്റെ കൂടെ ഇറങ്ങിപ്പോയി, രജിസ്റ്റർ ചെയ്ത് ജീവിതം ആരംഭിച്ചു. ഈ 3 കുഞ്ഞുങ്ങളെയുമായിട്ട് ആ സഹോദരൻ ഒരു 5 വർഷം കഴിഞ്ഞ് നമ്മുടെ ധ്യാനം കൂടുക. ഞാനിങ്ങനെ ക്ലാസ് കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ 3 കുഞ്ഞുങ്ങളെയായിട്ട് എന്നെ എടുക്കുക വന്നു. എന്നോട് പറഞ്ഞു, ഈ 3 കുഞ്ഞുങ്ങൾ, ഞാൻ ഈ കുഞ്ഞുങ്ങളുടെ അമ്മ എന്ത് ചെയ്യും? വേറെ ഒരു പെണ്ണ് കൂടെയുണ്ട്, അത് പുതുതായിട്ട് കല്യാണം കഴിക്കാനുള്ള പെണ്ണ്. ഈ 3 കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ച് ഒരു യുവാവിന്റെ കൂടെ അവള് പോയി. അവിശ്വസ്തയുടെ ഒരു ജീവിതമായിരുന്നു, ഇവനെ വഞ്ചിച്ച. എന്നിട്ട് ഒത്തുതീർപ്പിന്റെ സമയത്ത് പോലീസ് സ്റ്റേഷൻ കേസ് കൊടുത്ത് അവള് വന്നു. അവൾ വന്നു കഴിഞ്ഞപ്പോൾ ഈ ഭർത്താവിന്റെ മുഖത്ത് നോക്കി 3 കുഞ്ഞുങ്ങളെ പെറ്റ ഈ സ്ത്രീ പറഞ്ഞെന്നറിയോ, നിനക്ക് വേണേ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകാൻ പറഞ്ഞു, എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. നിനക്ക് വേണേ കൊണ്ടുപോയി വളർത്തിക്കൊള്ളാൻ പറഞ്ഞു, എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു ഈ കുഞ്ഞുങ്ങളെ. എങ്ങനുണ്ട്? പച്ചയ കാര്യം പറയുന്നു. എന്നിട്ട് അവള് അവന്റെ കൂടെ പോയാണ് ജീവിക്കുന്നത്. ഈ പാവം സഹോദരൻ, പിന്നെ 5 കൂടെ ഒരു സഹോദരൻ പറഞ്ഞു, ഈ അവളുടെ ഒരു പെണ്ണ് കൂടെയുണ്ട്. ഞാൻ ചോദിച്ചാരാ? ഞാൻ കല്യാണം കഴിക്കാതിരിക്കും മറ്റേ, അപ്പം ഡിവോഴ്സിലേക്കൊക്കെ എല്ലാമായി. അപ്പം ഇത് കല്യാണം അവിടെ തന്നെയുള്ള അവരുടെ ഇടവകയിൽ തന്നെ മറ്റുള്ള ഒരു പെണ്ണാണ്. ഇവന്റെ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് ഇങ്ങനെ ആ വീട്ടുകാര് ഇങ്ങനെ ആലോചിച്ച് അങ്ങനെ വന്നു. ആ പെണ്ണ് മനസ്സാണ് കുഞ്ഞുങ്ങളെ നോക്കി നിൽക്കാനൊക്കെ അങ്ങനെയൊക്കെ ഒരു പുതിയ കല്യാണത്തിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പൊ ഞാൻ ഓർത്തു, ഒരു സ്ത്രീയുടെ മനസ്സിനെ പെറ്റ തള്ളയാണ് 3 കുഞ്ഞുങ്ങളെയും കളഞ്ഞിട്ട് കെട്ടിയവനെയും കളഞ്ഞിട്ട് വേറെത്തോണ്ട് പോവാ. ഹല്ലേലൂയ. ഒരു കുഞ്ഞുദാഹരണം. ഇനി ഇത് സ്ത്രീയുടെ മനസ്സിന്റെ ഒരവസ്ഥ. ഇതുപോലെ തന്നെ എത്രയോ പുരുഷന്മാരുണ്ട് സ്വന്തം ഭാര്യയെ വഞ്ചിക്കുന്നവർ, മറ്റ് സ്ത്രീകളെ കൂടെ ജീവിക്കുന്നവരൊക്കെ ഉണ്ട്. ആ മേഖലയിലേക്ക് പോയാൽ പ്രശ്നമാണ്. അപ്പൊ ഇങ്ങനെ ഒത്തിരിയേറെ പാപത്തിൽ ജീവിക്കുന്ന, മനസാക്ഷിക്ക് ഒരു വിലയില്ലാത്തവണ്ണം ജീവിക്കുന്ന എത്ര പേര്. വഞ്ചന കാണിക്കുവാനായിട്ട്, അവിശ്വസ്തത കുടുംബജീവിതത്തിൽ കാണിക്കുവാനായിട്ട് ഒരു മടിയുമില്ല. ഭർത്താക്കന്മാരെ വിദേശത്ത് ജോലി ചെയ്യുക, മരുഭൂമിയിൽ അവർ മരിച്ചു പണിയെടുക്കുമ്പോൾ, കുടുംബത്തിനു വേണ്ടി മക്കൾക്ക് വേണ്ടി രാപകല അധ്വാനിക്കുമ്പോൾ, ഇവിടെ ഭാര്യ അടിപൊളി ജീവിതമാണ്. ഒരിക്കലും ഒരു സ്ത്രീ പറഞ്ഞാണ്, എന്റെ ഭർത്താവ് അവിടെ ഉണ്ടാക്കുന്നതിന് കാശ് കൂടുതൽ ഇവിടെ ഉണ്ടാക്കുന്നു. എന്റെ ഭർത്താവ് ദുബൈയിലോ കണ്ട അവിടെ ഉണ്ടാക്കുന്നതിന് കാശ് കൂടുതൽ ഞാനിവിടെ ഉണ്ടാക്കുന്നു. അവൾ ആ രീതിയിലുള്ള കണക്ഷനാണ്, വലിയ കണക്ഷനാണ്. ചുമ്മാ കുട്ടിച്ചോറ് പരിപാടിയൊന്നുമല്ല, നല്ല ഡീസന്റ് ആളുകളുമായിട്ടുള്ള ഇടപാടുകളാണ്. 10,000 മേടിച്ചുകൊണ്ട് അവളുടെ ജീവിതം അങ്ങനെ ആസ്വദിക്കുകയാണ്. എത്ര ലജ്ജാകരമാണ്. അവൾ മുഖത്തോക്കി പറഞ്ഞ, ഭർത്താവ് അവിടെ ഉണ്ടാക്കുന്നതിന് കൂടുതൽ കാശ് ഞാനോട് ഉണ്ടാക്കുന്നത്. ചിലർ ചിന്തിക്കുന്നു ഈ ഒരു ജീവിതമേ ഉള്ളൂ, ഇത് തിന്നുവാനും കുടിക്കുവാനും ആസ്വദിക്കാനുമുള്ള ഒരു ജീവിതമാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുവെങ്കിൽ തെറ്റിപ്പോയി. മരണത്തിന്റെ അപ്പുറം ഒരു ജീവിതമുണ്ട്. ഈ ജീവിതം ഇവിടെ അവസാനിക്കാനുള്ളതല്ല. മരണത്തിന്റെ അപ്പുറം നിത്യതയിൽ കർത്താവിന്റെ കൂടെ ഒരു ജീവിതമുണ്ട്. അത് മനസ്സിൽ കണ്ടുകൊണ്ട്, അത് ലക്ഷ്യം വെച്ചുകൊണ്ട് വേണം നമ്മൾ ഇവിടെ ജീവിക്കുവാൻ.
ലോകത്തിന്റെ സുഖങ്ങളും ആസക്തികളും മുഴുകി ദൈവത്തെ മറന്നുകൊണ്ട് ജീവിക്കുന്നവരെ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലെല്ലാ തകർച്ചകളും നിങ്ങൾ നേരിടേണ്ടി വരും. ഈ ലോകത്തിന്റെ സുഖങ്ങളൊക്കെ അനുഭവിച്ച് ആസ്വദിച്ച് ഇവിടെ അങ്ങ് ജീവിച്ച് മരിക്കത്തിൽ നിന്നൊക്കെ ആയിരിക്കും ചില വിചാരിക്കുന്നത്. നമ്മുടെ ഈ ശരീരത്തെ നമ്മൾ എത്ര പോഷിപ്പിച്ചാലും ഒരു ദിവസം നമ്മൾ മരിക്കുമോ? മരിക്കും, ഉറപ്പാണ്. എത്ര ഉന്നതനാണെങ്കിലും മരിക്കും. മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ വെച്ചോണ്ടിരിക്കുവോ? ബന്ധുക്കളൊക്കെ വരാനായിട്ട് വെച്ചോണ്ടിരിക്കും. 24 മണിക്കൂറോ 48 മണിക്കൂറോ, അല്ലെങ്കിൽ മോർച്ചറി വെക്കുമ്പോൾ എല്ലാവരും വന്നിട്ട് പിന്നെ എങ്ങനെയാലും മൃതശരീരം അടക്കി വെക്കുള്ളൂ. ആണോ? അതെ. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ എന്താണ് നാട്ടുകാരെ പറയുന്നത്? തോമാച്ചന്റെ ശവം കാണാൻ പോവാ, ഏലിയാമ്മയുടെ ശവം കാണാൻ പോവാ, അങ്ങനെയാണോ പറയുന്നത്? അതോ ഏലിയാമ്മയെ കാണാൻ പോവാണോ പറയുന്നത്? ആണോ? അല്ല. എന്താ പറയുന്നത്? ഏലിയാമ്മയുടെ ശവം കാണാൻ പോവാ. ശവമാണെങ്കിൽ ഓർത്തോ, അത് ചീഞ്ഞ് നാറാൻ തുടങ്ങും. ശവമാണെങ്കിൽ അത് ചീഞ്ഞ് നാറാൻ തുടങ്ങും. ജഡത്തിന്റെ പ്രവണതയ്ക്കനുസരിച്ച് ജീവിച്ചാൽ ചീഞ്ഞു നാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ജഡത്തിന്റെ പ്രവണതയ്ക്കനുസരിച്ച് ജീവിച്ചാൽ ചീഞ്ഞു നാറും. റോമ 8 നിങ്ങൾ വായിക്കണം. ജഡത്തിന്റെ 8:5 ജഡത്തിന്റെ പ്രവണത അനുസരിച്ച് നിങ്ങൾ ജീവിക്കരുത്. ജഡം എന്ന് പറഞ്ഞാൽ മരിച്ചു വരുമ്പോഴാണ് ജഡമെന്ന് പറയുന്നത്, അല്ലേ? ജീവൻ പോയി കഴിഞ്ഞാൽ പിന്നെ അത് ജഡമാണ്. ശവം എന്ന് പറയും ജഡമാണ്. ശവമാണോ? ചീഞ്ഞു നാറും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഒരു കാര്യം ഓർത്തോ, ഞാനും മരിക്കും, നിങ്ങളും മരിക്കും. ഉറപ്പാണ്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഉറപ്പായിട്ടുള്ള കാര്യമാണ് നമ്മൾ മരിക്കും. ഇനി ബന്ധുക്കളും വീട്ടുകാരും ഒക്കെ വന്നു, എന്നിട്ട് ശവമടക്കം നടന്നു. നമ്മുടെ ഈ ശരീരം എത്ര സഹിച്ചതാണേലും, എങ്ങനെയൊക്കെ സുഖം തേടി ജീവിച്ച ശരീരമാണെങ്കിലും, എത്ര ഉന്നതനാണെങ്കിലും എടുക്കാണെങ്കിലും, അടക്കിക്കഴിഞ്ഞാൽ ഈ ശരീരം ചീഞ്ഞ ഒരവസ്ഥയിലേക്കാവും. പിന്നെ ഈ ശരീരം പുഴുക്കൾ തിന്നുമോ? നോർത്ത് നോക്കിയേ. ഈ ശരീരം പണ്ട് ഒത്തിരി കരുതിക്കൂട്ടി ആഡംബരത്തിലും ഒക്കെ കൊണ്ടുപോയിട്ട് കാര്യമൊന്നുമില്ല. പുഴു തിന്നും ചേട്ടാ, ഉറപ്പാ. ഈ ശരീരം പുഴു തിന്നും. ഹല്ലേലൂയ. പേടിക്കണ്ട കേട്ടോ, അങ്ങനെ വേദന ഒന്നും കൊടുക്കല്ല കേട്ടോ പുഴു തിന്നുമ്പോ. ഹല്ലേലൂയ. പുഴു ഇങ്ങനെ ശരീരത്തിൽ കയറി നടക്കുന്നൊക്കെ ഒന്ന് ഓർത്ത് നോക്കിയേ. ഒന്നും പേടിക്കണ്ട. അപ്പം ഞാൻ പറഞ്ഞു വന്നതേ, ഈ ജഡത്തിന് സുഖമെല്ലാം തേടി നമ്മളിവിടെ ജീവിക്കുക, അത് ഒരിക്കലും ദൈവം ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ നമ്മൾ ജീവിക്കാനായിട്ട് പാടില്ല. ജഡത്തിന്റെ സുഖയുടെ പിന്നാലുള്ള ഒരു ഓട്ടമൊക്കെ നമുക്ക് അവസാനിപ്പിക്കാം. സെയിന്റ് അഗസ്റ്റിൻ ആയതുപോലെ എനിക്കും നിങ്ങൾക്കും ഒരു വിശുദ്ധനാകാനുള്ള വലിയ ഒരു വഴി കർത്താവ് തുറന്നു വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ശരീരത്തെ നല്ല ഭക്ഷണമൊക്കെ കൊടുത്ത് പോഷിപ്പിക്കുന്നവര്, ജിംനേഷ്യത്തിലൊക്കെ പോയി മസിലൊക്കെ പെരുപ്പിക്കുന്നവരൊക്കെ ഓർത്തോ, ഈ മസിലൊക്കെ പുഴു തിന്നും. കണ്ടില്ല നല്ല മസിലൊക്കെ ഇട്ട് നടക്കുന്നവര്, ഇതൊക്കെ പുഴു തിന്നും. ഹല്ലേലൂയ. നമ്മള് എത്ര വലിയ സമ്പത്തിന്റെ ഉടമയാണെങ്കിലും, എത്ര ഉന്നതമായ പോസ്റ്റിലാണെങ്കിലും, അമേരിക്കൻ പ്രസിഡന്റ് ഒബാമ ലോകത്തെ നിയന്ത്രിക്കുന്ന ആളെന്നൊക്കെ പറയാം നമുക്ക്. അദ്ദേഹം മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ശരീരം പുഴു തിന്നുവോ? അമേരിക്കയുടെ പ്രസിഡന്റ് അല്ലേ? പുഴു തിന്നുവല്ലേ? ഇതാണ് അവസ്ഥ. അതുകൊണ്ട് ശരീരത്തെ തൃപ്തിപ്പെടുത്തുന്ന നൈമിഷിക സുഖങ്ങളുടെ, ജഡസുഖങ്ങളുടെ പിന്നാലെ പോകരുത്. മദ്യപാനം, പുകവലി, മയക്കുമരുന്ന്, ജഡിക പാപങ്ങൾ, വ്യഭിചാരം, ആസക്തി, തിന്മയിൽ നമ്മൾ ജീവിക്കരുത്. കുടുംബ ജീവിതത്തിൽ ഒരിക്കലും അവിശ്വസ്തത കാണിക്കരുത്. സ്വന്തം ഭർത്താവിനെ വഞ്ചിക്കുന്ന ഭാര്യ, ഭാര്യയെ വഞ്ചിക്കുന്ന ഭർത്താവ്, ഇതൊക്കെ വളരെ ഗൗരവമേറിയ പാപമാണ്. അങ്ങനെ ഏതെങ്കിലുമൊക്കെ തെറ്റായ ബന്ധങ്ങളിൽ കടന്നു പോകുന്നവരുണ്ടെങ്കിൽ അതിൽ നിന്ന് പൂർണ്ണമായിട്ട് നിങ്ങൾ ഒഴിവാകുക. പാപത്തിന്റെ ബന്ധങ്ങളെ നമ്മൾ പരിപാലിക്കരുത്. പാപത്തിന്റെ ബന്ധങ്ങളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കരുത്. ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും യുവാവോ യുവതിയോ തെറ്റായ ബന്ധങ്ങളിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ അത് അവസാനിപ്പിക്കുക. നിന്റെ നന്മയ്ക്ക് വേണ്ടി നീ അത് അവസാനിപ്പിച്ചുകൊള്ളുക.
ഹല്ലേലൂയ. ഇവിടെ ജോസഫിനോട് പൊത്തിഫാറിന്റെ ഭാര്യ പറഞ്ഞു, എന്റെ കൂടെ ശയിക്കാൻ പറഞ്ഞു. ജോസഫേ, എന്റെ അടുത്തൊന്നിരുന്ന്. പൊത്തിഫാറിന്റെ ഭാര്യ പറഞ്ഞു, ജോസഫേ, എന്റെ അടുത്തൊന്നിരുന്ന്. അവൻ കാണാൻ അഴകുള്ളവനും വടിവൊത്ത ശരീരമുള്ളവനുമായിരുന്നു. അങ്ങനെ ആരും ഇവിടെ ഇല്ല കേട്ടോ. ഇവിടെ അങ്ങനെയുള്ള ആരും ഇരിപ്പില്ല. ജോസഫ് കാണാൻ അഴകുള്ളവനും വടിവൊത്ത ശരീരമുള്ളവനായിരുന്നു. ജോസഫിനോട് പൊത്തിഫാറിന്റെ ഭാര്യ പറഞ്ഞു, ജോസഫേ, എന്റെ അടുത്തൊന്നിരുന്നേ. ഉച്ച കഴിഞ്ഞിട്ട് അങ്ങനെ പലരും പറഞ്ഞു. പക്ഷെ ജോസഫ് വഴങ്ങിയോ? ഇല്ല. വചനത്തിൽ പറയുന്നു, ജോസഫ് വഴങ്ങിയില്ല. ആ വാക്ക് ഒരു വളരെ പ്രധാനപ്പെട്ട വാക്ക് കേട്ടോ. വഴങ്ങുക എന്നുള്ള വാക്ക്, അത് വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ്. പലരും വഴങ്ങിയിട്ടുണ്ട്. ഹല്ലേലൂയ. ഈ അടുത്ത നാളില് ഒരു വിവാഹിതയായ സ്ത്രീ, സങ്കടം തോന്നി കേട്ടോ. വിവാഹിതയായ സ്ത്രീ കല്യാണം കഴിഞ്ഞ് 2 മക്കളും ഒക്കെ ഉണ്ട്. നന്നായിട്ട് പോകുന്ന കുടുംബജീവിതം. ഭർത്താവ് പട്ടാളത്തിലോ എവിടെ ജോലിയാണ്. ഇവള് പണ്ട് കല്യാണത്തിനൊക്കെ മുമ്പ് ഒരാളുമായിട്ട് ചെറുപ്പക്കാരനുടെ പ്രേമബന്ധമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അങ്ങനെ പോയി കല്യാണമൊക്കെ ഞങ്ങൾ ജീവിക്കുക. എങ്ങനെയോ ഇവനും കല്യാണമൊക്കെ വെച്ച ഇവന്റെ എങ്ങനെയോ ഇവിടെ ഫോൺ നമ്പറൊക്കെ, പഴയ ഓർമ്മകൾ തലപൊക്കിയതായിരിക്കാം, എങ്ങനെയോ ഫോൺ നമ്പറൊക്കെ തപ്പിപ്പിടിച്ചു ഇവളെ വിളിച്ചു. പിന്നെ അതൊരു വീണ്ടും പരിചയം പുതുക്കലായി പിന്നെ തെറ്റായ ബന്ധങ്ങളിലേക്ക് പോകുകയാണ്. ഇവിടെ ധ്യാനിച്ച ഒരു സ്ത്രീ പങ്കുവച്ച പിന്നീട് അവൾക്ക് കുറ്റബോധമായി ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ഭർത്താവിനെ വഞ്ചിക്കുക എന്നുള്ളത്. നോക്കുക, മുൻകാമുകനോടൊപ്പം തെറ്റായ ഒരു ബന്ധത്തിലേക്ക് അവളുടെ ജീവിതം പോവുകയാണ്. 2 കുഞ്ഞുങ്ങളെ മറ്റുണ്ട്. പാപത്തിന്റെ തെറ്റായ ബന്ധങ്ങൾക്ക് വേണ്ടി വഴങ്ങിക്കൊടുക്കുക. അവള് പറഞ്ഞ വാക്കിതാണ്, വഴങ്ങിപ്പോയി. അവൻ പലതവണ നിർബന്ധിച്ചു കഴിഞ്ഞപ്പോൾ ആ പഴയകാലമൊക്കെ ഓർത്തിട്ടായിരിക്കാം, എന്തോ ആവട്ടെ, അവന് വേണ്ടി അവൾ പലതവണ വഴങ്ങിക്കൊടുത്തു. അവൾ ജീവിതത്തിൽ ഇങ്ങനൊരു തെറ്റ് സംഭവിക്കാൻ പാടില്ല. വഴങ്ങിക്കൊടുക്കുക. കാരണം പാപമാണ്. പാപത്തിനു വേണ്ടി നമ്മൾ കൂട്ടുനിൽക്കാൻ പാടില്ല. പാപം ചെയ്യാൻ നമ്മൾ വഴങ്ങിക്കൊടുക്കാൻ പാടില്ല. പാപം ചെയ്യാൻ കർത്താവ് ആരോടും പറഞ്ഞിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ജോസഫിനെ വീഴിക്കാനായിട്ട് പൊത്തിഫാറിന്റെ ഭാര്യ പലതവണ പറഞ്ഞു, ജോസഫെ ഒന്ന് അടുത്തിരുന്നേ, ജോസഫെ നമുക്ക് ചെയ്യാൻ വർത്താനം പറയാം. ജോസഫ് അടുത്തിരുന്നോ? ഇല്ല. ജോസഫിനോട് അവൾ പറഞ്ഞു, എന്റെ കൂടെ ശയിക്കുക. അവന് അതിനു മടങ്ങില്ല. പാവൻ ജോസഫിന്റെ ഉടുപ്പേ കയറി പിടിച്ചു. ഈ കാലമാണെങ്കിൽ പറയണ്ട, തക്കം നോക്കി നടക്കുക. പാവൻ ജോസഫ്, ചില വിചാരിക്കുന്നത് ജോസഫ് ഒരു മണ്ടനാണെന്നല്ലേ. പാവൻ ജോസഫ് എന്തൊരു മണ്ടന, ഇതുപോലെ മണ്ടത്തരം കാണിക്കോ? ചിലരെങ്കിലുമൊക്കെ ഇവിടെ നിന്ന് ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ ചിന്തിക്കുന്നവരുടെ കാര്യം പോക്കാകട്ടോ. ഹല്ലേലൂയ. അങ്ങനെ ചിന്തിക്കുന്ന മാറ്റങ്ങളുണ്ട്. പിശാച് കൊടുക്കും. എന്നോട് സഹോദരത്തിനെ പ്രസംഗിക്കുന്നു കേട്ടോ. ജോസഫ് വെറും മണ്ടനല്ലേടാ. പിശാച് ഇങ്ങനെ തെറ്റായ ചിന്തകളൊക്കെ ഉള്ളിൽ തരാൻ സാധ്യതയുണ്ട്. സൂക്ഷിക്കാം. ജോസഫ് പാപം ചെയ്തില്ല. ജോസഫിന്റെ ഉടുപ്പ കയറി പിടിച്ചു. പാവം ജോസഫ് പുറങ്ങുപ്പായിട്ടിട്ട് വീട്ടിൽ നിന്നിറങ്ങി ഓടി. പേടിച്ചിട്ടോടിയൊന്നുമല്ല, ആ വിശുദ്ധി സൂക്ഷിക്കുവാൻ. ജോസഫ് പറയുന്നുണ്ട്, എന്റെ ദൈവത്തിനെതിരെ ഇത്ര നീചമായി ഞാൻ എങ്ങനെ പാപം ചെയ്യും? ഉൽപ്പത്തി 39:9. എന്നെ ഇത്രയധികം സ്നേഹിക്കുന്ന എന്റെ ദൈവത്തിനെതിരെ ഇത്ര നീചമായിട്ട് ഞാൻ എങ്ങനെ പാപം ചെയ്യും? എന്റെ ദൈവത്തിനെതിരെ ഞാൻ എങ്ങനെ പാപം ചെയ്യും? 10,000 മടങ്ങ് പ്രകാശമുള്ള കർത്താവിന്റെ കണ്ണുകള് നമ്മളെ കാണുന്നുണ്ട്. നമ്മുടെ ഹൃദയത്തിലൊരു പാപം നടന്നാൽ കർത്താവിന് അറിയാം. അപ്പോൾ ജോസഫിനെ കർത്താവ് ഉറ്റുനോക്കുന്നുണ്ട്. പക്ഷെ ജോസഫ് ഇങ്ങനെ ചിന്തിക്കുക, എന്റെ ദൈവത്തെ ഞാൻ എങ്ങനെ വേദനിപ്പിക്കുന്നത്? മനുഷ്യൻ അറിയത്തില്ല, കാണുകയില്ലായിരിക്കാം. പക്ഷേ ദൈവം ഇത് കാണുന്നു. എന്റെ ദൈവത്തിനെതിരെ ഞാൻ പാപം ചെയ്യത്തില്ല. പാപം ചെയ്യാതിരുന്ന ജോസഫ് കുറ്റവാളിയായി പിടിക്കപ്പെടുകയാണ്. അവൾ നിലവിളിച്ചു, ആ ഹെബ്രായ ബാലൻ എന്നെ കടന്നു പിടിച്ചിരിക്കുന്നു.
എല്ലാവരും വന്ന് ജോസഫിനെ വട്ടം പിടിച്ചു. അവസാനം ജോസഫ് ജയിലില്ല. തെറ്റു ചെയ്യാത്തവൻ കുറ്റവാളിയായി അങ്ങനെ ജയിലിൽ കിടക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വരികയാണ്. ജോസഫ് തെറ്റു ചെയ്തില്ല, തെറ്റു ചെയ്യാൻ അവൻ പ്രേരിപ്പിച്ചു. ഇവൻ പാപത്തിന് വഴങ്ങിയില്ല. ജഡത്തിന്റെ സുഖത്തെ ജോസഫ് വേണ്ടെന്ന് വെച്ചു. ജഡത്തിന്റെ സുഖത്തെ വേണ്ടെന്ന് വെച്ച ജോസഫ്, പാപം ചെയ്യാതിരുന്ന ജോസഫ് കാരാഗ്രഹത്തിന്റെ ഉള്ളിൽ അടയ്ക്കപ്പെട്ടു. ഈ സമൂഹത്തിൽ ഏതെങ്കിലും വ്യക്തികൾ തെറ്റു ചെയ്യാതെ സഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. തെറ്റു ചെയ്യാതെ സഹിക്കുന്നവരെ നിങ്ങൾ കർത്താവിന്റെ കണ്ണിലെ കൃഷ്ണമണിയാണ്. തെറ്റു ചെയ്യാതെ സഹിക്കുന്നവരെ നിങ്ങൾ കർത്താവിന്റെ ഹൃദയത്തിന്റെ ഭാഗമാണ്. ആര് ജീവിതത്തിൽ തെറ്റു ചെയ്യാതെ കല്ലെറിയപ്പെടുന്നോ, സഹിക്കുന്നുവോ, പീഡിപ്പിക്കപ്പെടുന്നുവോ അത് കർത്താവിന്റെ ഹൃദയത്തിന്റെ ഭാഗമാണ്. കർത്താവ് നമ്മുടെ പ്രാർത്ഥനകൾക്ക് പലപ്പോഴും ഉത്തരം കിട്ടുന്നില്ല. കർത്താവ് തരുന്നില്ല ഉത്തരം. എന്താ അതിന്റെ കാരണം? ഈ ഒരു മേഖലയിൽ പാപത്തിന്റെ വഴികളിലൂടെ ജീവിക്കുന്നവർക്കൊക്കെ അത് പ്രശ്നമാണ് കേട്ടോ. ഈ ഒരു പാപം വളരെ ഗൗരവമേറിയൊരു മേഖലയാണ്. ആധ്യാത്മിക ജീവിതത്തിൽ നിന്നവരും കർത്താവിന് വേണ്ടിയൊക്കെ തീഷ്ണമായിട്ട് വേല ചെയ്ത പലരും ഈ ഒരു റൂട്ടിലേക്ക് മാറി വീണുപോയിട്ടുണ്ട്, തകർന്നു പോയിട്ടുണ്ട്. കാരണം കർത്താവിന് വേണ്ടി ജീവിതം സമർപ്പിച്ചവരാരുമാവട്ടെ, അല്ലെങ്കിൽ വിശ്വാസി ഈ ലൈംഗികതയിലുള്ള പാപത്തിന്റെ മേഖലയിലേക്ക് വഴുതിപ്പോയാൽ ആ വ്യക്തിയുടെ ആത്മീയ ജീവിതം തകരും. എല്ലാ മേഖലയിലും വലിയ തകർച്ച ഉണ്ടാകും. ഇനി ഇവിടെ വിവാഹം കഴിച്ചവർ ധാരാളം ഇരിപ്പുണ്ട്. വിവാഹം കഴിച്ച സഹോദരീ സഹോദരങ്ങള് വിചാരിക്കുന്നുണ്ടോ ജീവിതത്തില് വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാത്തിനും ലൈസൻസായി എന്ത് വേണമെന്ന് ചെയ്യാമെന്ന്? അങ്ങനെ ആരും ചിന്തിക്കരുത്. അതൊരു തെറ്റായ ചിന്തയാണ്. വെളിപാടിന്റെ പുസ്തകത്തില് 14:4 ഇങ്ങനെ പറയുന്നു, അവർ സ്ത്രീകളോട് ചേർന്ന് മലിനരാകാത്തവരാണ്. അവർ സ്ത്രീകളോട് ചേർന്ന് മലിനരാകാത്തവരാണ്. അവർ ബ്രഹ്മചാരികളാണ്. അവരാണ് കുഞ്ഞാടിനെ അത് പോകുന്നിടത്തെല്ലാം അനുഗമിക്കുന്നവർ. അവർ ദൈവത്തിനും കുഞ്ഞാടിനുമുള്ള ആദ്യഫലമായി മനുഷ്യരിൽ നിന്ന് വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. അവരുടെ അധരങ്ങളിൽ വ്യാജം കാണപ്പെട്ടില്ല. അവർ നിഷ്കളങ്കരാണ്. അവർ സ്ത്രീകളോട് ചേർന്ന് മലിനരാകാത്തവരാണ്. വിവാഹമെന്ന കുദാശയുടെ മാത്രമേ ശാരീരിക ബന്ധം ദൈവം അനുവദിച്ചിട്ടുള്ളൂ. അവർ സ്ത്രീകളോട് ചേർന്ന് മലിനരാകാത്തവരാണ്. അല്ലാതെ ഉള്ള ബന്ധങ്ങൾ മുഴുവൻ നിന്നെ മലിനമാക്കുന്ന ബന്ധങ്ങളാണ്. അവർ ബ്രഹ്മചാരികളാണ്. അവരാണ് കുഞ്ഞാടിനെ അത് പോകുന്നിടത്തെല്ലാം അനുഗമിക്കുന്നവർ. അവർ ദൈവത്തിനും കുഞ്ഞാടിനുമുള്ള ആദ്യഫലമായി മനുഷ്യരിൽ നിന്ന് വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. അവർ ബ്രഹ്മചാരികളാണ്. അവരാണ് കുഞ്ഞാടിനെ അനുഗമിക്കുന്നവർ. അറക്കപ്പെട്ട കുഞ്ഞാടായ ക്രിസ്തുവിനെ അനുഗമിക്കുവാൻ ഏറ്റവും യോഗ്യരായവർ ലൈംഗിക വിശുദ്ധിയിൽ ജീവിക്കുന്നവരാ. അവർ ബ്രഹ്മചാരികളാണ്. നമുക്കറിയാം, സഭയില് വൈദികരെ ബ്രഹ്മചാരികളാണ്. അവർക്ക് വിവാഹം അനുവദിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ് അനുവദിക്കാത്തത്? വിവാഹം കഴിക്കുന്നത് തെറ്റല്ല. സഭയിൽ വിവാഹ ജീവിതം ഇല്ല വൈദികർക്ക്. സിസ്റ്റേഴ്സ് വിവാഹം കഴിക്കുന്നില്ല. അതിന്റെ അർത്ഥം ഇതാണ്, ദൈവത്തിന്റെ ആ വിശുദ്ധിയുടെ പൂർണ്ണതയിലേക്ക് വളരാൻ വേണ്ടി നമുക്ക് ദൈവം തന്ന ഈ കഴിവുകൾ മുഴുവൻ എല്ലാം നമ്മൾ ദൈവത്തിനായിട്ട് പൂർണ്ണമായിട്ട് സമർപ്പിക്കുകയാണ്. അവർ ബ്രഹ്മചാരികളാണ്. അവരാണ് കുഞ്ഞാടിനെ അനുഗമിക്കുന്നവർ. കുഞ്ഞാടിനെ, അറക്കപ്പെട്ട കുഞ്ഞാടായ ക്രിസ്തുവിനെ അനുഗമിക്കാൻ, ആ ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കാൻ ഏറ്റവും യോഗ്യരായവർ ബ്രഹ്മചാരികളാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എവിടെ നിൽക്കുന്നു സംഭവം? ഹല്ലേലൂയ. അവർ ദൈവത്തിനും കുഞ്ഞാടിനുമുള്ള ആദ്യഫലമായി മനുഷ്യരിൽ നിന്ന് വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. അവർ ദൈവത്തിനും കുഞ്ഞാടിനും വേണ്ടി മനുഷ്യരിൽ നിന്ന് വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. ഇനി വിവാഹ ജീവിതത്തിലേക്ക് വന്ന
ഒരു വ്യക്തിയുടെ ജീവിതത്തില് ലൈംഗികതയിലുള്ള നിയന്ത്രണം ആവശ്യമുണ്ടോ? ആവശ്യമുണ്ടോ? ഉണ്ടോ? നമുക്ക് സഭ 8 നോയമ്പ്, 25 നോയമ്പ്, 50 നോയമ്പ്, 15 നോയമ്പ്, അങ്ങനെ പല നോയമ്പുകൾ സഭയിലുണ്ട്. പക്ഷെ നിങ്ങളൊക്കെ നോയമ്പെടുക്കുന്നവരാണ്. അടുത്ത ഡിസംബർ 1 മുതൽ 25 വരെ 25 ദിവസം നോയമ്പുണ്ട്. നമ്മള് ക്രിസ്ത്യാനിയൊക്കെ വിചാരിച്ചിരിക്കുന്നത് നോയമ്പ് എന്ന് പറഞ്ഞാല് ഇറച്ചി തിന്നാതിരിക്കുക, മുട്ട തിന്നാതിരിക്കുക, പാല് കുടിക്കാതിരിക്കുക, അങ്ങനെ പലതും വേണ്ടെന്ന് വെക്കുക എന്നുള്ളതാണ്. ചേട്ടന്മാരാരെങ്കിലും ഭാര്യയെ വേണ്ടെന്ന് വെച്ചിട്ടുണ്ടോ? ചേച്ചിമാരാരെങ്കിലും ഭർത്താവിന് വേണ്ടെന്ന് വെച്ചിട്ടുണ്ടോ? മുട്ട വേണ്ടെന്ന് വെച്ചു, ഇറച്ചി വേണ്ടെന്ന് വെച്ചു, അങ്ങനെ പലതും വേണ്ടെന്ന് വെച്ചു. 25 ദിവസം 25 നോയമ്പിന് 25 ദിവസത്തേക്ക് മദ്യം വേണ്ടെന്ന് വെച്ചു. ഭാര്യയെ വേണ്ടെന്ന് വെച്ചു? ഇല്ല. ഞാൻ പറയുന്നത് ഇച്ചിരി ഗൗരവമായ ഒരു കാര്യമാണ്. ഈ 25 ദിവസത്തെ നോയമ്പ് അല്ലെ 50 ദിവസത്തെ നോയമ്പില് നമുക്ക് ഒരു വിവാഹിതന് അനുവദിക്കപ്പെട്ട ആ ആവശ്യങ്ങൾ ഭാര്യയും ഭർത്താവും വേണ്ട എന്ന് വെച്ചുകൊണ്ട് 50 ദിവസത്തെ അല്ലെ 25 ദിവസത്തെ നോയമ്പ് എടുക്കുന്നു. ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം, അങ്ങനെ 25 ദിവസം നോയമ്പ്, 50 ദിവസത്തേക്ക് നോയമ്പെടുത്ത് ദൈവസന്നിധിയിൽ നോയമ്പെടുത്ത് കഴിഞ്ഞിട്ട് നീ പ്രാർത്ഥിച്ചാൽ, നീ പ്രാർത്ഥിച്ചു തീരും മുൻപേ നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമാണ്. ഞാൻ ചുമ്മാ വിളിച്ചു പറയുന്നതല്ല, എന്റെ ജീവിതാനുഭവം ഞാൻ വിളിച്ചു പറയുന്നു. അത്രമാത്രം അച്ചടക്കത്തിലുള്ള ഒരു വിശുദ്ധിയും ലൈംഗികതയും കുടുംബ ജീവിതക്കാർക്ക് വേണം. അത് ദൈവം ആഗ്രഹിക്കുന്നു. ഞാനിത് ചുമ്മാ വിളിച്ചു പറയുന്നതല്ല, തമാശ വിളിച്ചു പറയുന്നതല്ല, എന്റെ ജീവിതത്തിൽ ഞാൻ പ്രാവർത്തികമാക്കുന്ന ചില കാര്യങ്ങളിൽ നിന്നുകൊണ്ടാ. എനിക്കുറപ്പുണ്ട്, തൊടുമ്പോൾ സൗഖ്യം നടക്കും, പ്രാർത്ഥിക്കുമ്പോൾ വിടുതൽ നടക്കും, അത്ഭുതം നടക്കും, ഉറപ്പുണ്ട്. അതിന് വില കൊടുത്തിട്ട് തന്നെയാണ് ഇവിടെ നിൽക്കുന്നത്. വിലയുള്ളത് കിട്ടണമെങ്കിൽ വില കൊടുക്കണം. കർത്താവ് തരുന്ന കൃപകളും വരങ്ങളും ദാനങ്ങളൊക്കെ വിലയുള്ളതാണ്. വിലയുള്ളത് കിട്ടണമെങ്കിൽ നമ്മൾ നമ്മുടെ ശരീരത്തിലും ആത്മാവിനും മനസ്സിലൊക്കെ വില കൊടുക്കണം. വിലയുള്ളത് കിട്ടണമെങ്കിൽ വില കൊടുക്കാതെ കിട്ടത്തില്ല. വിവാഹ ജീവിതത്തില് നോയമ്പിന്റെ നാളുകൾ എന്ന് പറഞ്ഞാൽ ശരിക്കും നോയമ്പാ. അങ്ങനെയൊക്കെ നോയമ്പൊക്കെ എടുത്ത് നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടിയൊക്കെ ഒന്ന് പ്രാർത്ഥിച്ച് ചോദിക്കുന്നത് അതേപടി കർത്താവ് തരും. കർത്താവിന് തരാനൊക്കത്തില്ല, തരാതിരിക്കാനൊക്കത്തില്ല. കാരണം 50 ദിവസം ഭാര്യാഭർത്തൃമൊക്കെ ബന്ധമൊക്കെ വേണ്ടെന്ന് വെച്ച് നോയമ്പെടുത്ത് പ്രാർത്ഥിച്ച് കുടുംബത്തിന്റെ ഒരു നിയോഗം അല്ലെ മക്കളുടെ കാര്യമൊക്കെ നിയോഗം വെച്ച് നീ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ അവിടെ ശക്തമായ ഒരു വില കൊടുക്കൽ നീ കർത്താവിന് മുമ്പിൽ കൊടുക്കുക. നീ നിന്റെ ഭാര്യയും ഭർത്താവ് ഒന്നിച്ച് വില കൊടുക്കുക. അവർക്ക് അർഹതപ്പെട്ടത് അവർ വേണ്ടെന്ന് വെച്ചുകൊണ്ട് ദൈവസഭയിൽ അവർ വില കൊടുക്കുന്നു. അങ്ങനെ വില കൊടുക്കുമ്പോൾ അവിടെ ദൈവത്തിന്റെ അത്ഭുത ഇടപെടലുണ്ടാവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ദാമ്പത്യ ജീവിതത്തില് അച്ചടക്കം വേണം. ദാമ്പത്യ ജീവിതത്തില് എന്ത് തോന്നിവാസവും ആകാമെന്ന് ആരും ചിന്തിക്കണ്ട. ലൈംഗികതയില് എന്നാ വൃത്തികേട് കാണിക്കാമെന്ന് ചിലർ വിചാരിക്കുന്നുണ്ട്. ലൈംഗിക വൈകൃതങ്ങൾ കടിമൂടായ ചില മനുഷ്യർ പച്ചക്കൂടെ പറയാൻ കൂടില്ല. ചില സമയത്ത് ചിലരൊക്കെ ഒന്ന് പറയാൻ, ചില ചേച്ചിമാരൊക്കെ ഭർത്താക്കന്മാരൊക്കെ കാണിക്കുന്ന പേക്കൂത്തുകൾ. ലൈംഗികതയില് കുടുംബ ജീവിതത്തിൽ ഒരച്ചടക്കം വളരെ ആവശ്യമാണ്. എന്തിനു വേണ്ടിയാ? നമ്മൾ ദൈവത്തിന്റെ വിശുദ്ധിയിൽ പരിശുദ്ധിയിൽ വളരാൻ വേണ്ടിയാ. ഹല്ലേലൂയ. ആ ജീവിതത്തിന് അങ്ങനെയൊക്കെ ഒന്നൊരു മാറ്റം വരുത്തിക്കേ. 25 നോയമ്പ് വരുന്നുണ്ട്. ഭാര്യയും ഭർത്താവൊക്കെ ഒന്ന് ആലോചിച്ച് ഒന്ന് തീരുമാനിച്ച് 25 ദിവസം നമുക്ക് നോയമ്പെടുത്തേക്കാം. നമ്മുടെ ശരീരത്തിന്റെ സുഖങ്ങൾ നമുക്കൊന്നും വേണ്ട. പിന്നെ ഇറച്ചിയോ മുട്ടയോ, ചില വിചാരിക്കുന്ന ഇറച്ചി മുട്ടയും തിന്നായിരിക്കുന്ന നോയമ്പ്. തെറ്റിപ്പോയി കേട്ടോ. നമ്മുടെ ഹൃദയ പരിവർത്തനമാണ് യഥാർത്ഥത്തിൽ നോയമ്പ്. ഹൃദയത്തിന്റെ മാറ്റമാണ്. ഇതിലൂടെ നമ്മൾ വില കൊടുക്കുന്നതിലൂടെ ദൈവം നമ്മളെ ശക്തരാക്കി മാറ്റും. ശുശ്രൂഷയുള്ളവർക്ക് കൃപാവരങ്ങൾ ശക്തമാണ്, നിറയും, അഭിഷേകം വർദ്ധിക്കും, ശക്തരാക്കി മാറ്റുകയാണ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. പഴയ നിയമത്തിലെ പുറപ്പാട് പുസ്തകത്തിലെ സംഭവം പറയുന്നുണ്ട്. സീനായ് ഉടമ്പടി 19-ാം അധ്യായം നിങ്ങൾ വായിക്കാം.
19 അധ്യായത്തില് 14-15. മോശ മലയിൽ നിന്ന് ഇറങ്ങി ജനത്തിന്റെ അടുക്കൽ ചെന്ന് അവരെ ശുദ്ധീകരിച്ചു. അവർ തങ്ങളുടെ വസ്ത്രങ്ങൾ കഴുകി. അവൻ ജനത്തോട് പറഞ്ഞു, 3 ദിവസത്തേക്ക് നിങ്ങൾ ഒരുങ്ങിയിരിക്കുവിൻ, ആരും സ്ത്രീയെ സമീപിക്കരുത്. ഹല്ലേലൂയ. മോശ ഇറങ്ങി വന്നിട്ട്, സീനായി മലയിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് അവരെ ശുദ്ധീകരിച്ചു. വസ്ത്രങ്ങളൊക്കെ കഴുകി വെടിപ്പാക്കാൻ പറഞ്ഞു. എന്നിട്ട് പുരുഷന്മാർക്കൊരു നിർദ്ദേശം കൊടുത്തു, 3 ദിവസം നിങ്ങൾ സ്ത്രീകളെ സമീപിക്കരുത്. എന്തേ മോശ ഇങ്ങനെ പറഞ്ഞത്? കാരണം ദൈവത്തിന്റെ മഹത്വം, ദൈവം പിന്നെ അത് കഴിഞ്ഞ് അടുത്ത 3-ാമത്തെ ദൈവം പ്രത്യക്ഷപ്പെടുക. അടുത്ത ഭാഗത്ത് നമ്മൾ കാണുന്നത് ദൈവത്തിന്റെ മഹത്വം, പ്രത്യക്ഷീകരണം അവിടെ ഉണ്ടാവുകയാണ്. ആ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കണമെങ്കിൽ, ദൈവത്തിന്റെ ശക്തി നിറയണമെങ്കിൽ, ആത്മാവിന്റെ അഭിഷേകം നിറയണമെങ്കിൽ നമ്മൾ വിശുദ്ധിയിലായിരിക്കണം. മോശ പുരുഷന്മാരോട് പറഞ്ഞു, 3 ദിവസം ആരും സ്ത്രീകളെ സമീപിക്കരുത്. ഇതിനൊക്കെ ആഴമായ അർത്ഥമുണ്ടെന്ന് മനസ്സിലാക്കണം. കണ്ട തോന്നിവാസം കാണിക്കാവുന്ന ചേട്ടന്മാരും ചേച്ചിമാരെന്ന് വിചാരിക്കരുത്. കുടുംബജീവിതത്തിലായിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് അതിക്രമമാകാം, എന്ത് തോന്നിവാസമാകാം, എന്ത് വൃത്തികേടുമാകാം. ഭാര്യയും ഭർത്താവോട് ഒന്നിച്ചെന്ന് ബ്ലൂബിലും കണ്ടിട്ടാ പല കാര്യങ്ങളും ചെയ്യുന്നത്. ഇവിടെ ജനിക്കുന്ന പിള്ളേരോ, ഞാൻ ഓർക്കാണ്, വർഷങ്ങൾക്ക് മുമ്പ് ഒരു 18 വർഷമെങ്കിലും ആയിട്ടുണ്ട്, ഒരു ഭാര്യയും ഭർത്താവോടെ ധ്യാനിക്കാണ്. ധ്യാനാവസരത്തിൽ എന്നെടുക്ക വന്നു. ഒരു സംസാരം ആരംഭിച്ചോള് ആ ചേച്ചി പറയാ, ബ്രദറെ, ഈ മനുഷ്യനെ എനിക്ക് വെറുപ്പാന്ന് പറഞ്ഞു. രണ്ടുപേരും തമ്മിൽ ഇച്ചിരി ക്ലാഷാണ്. എനിക്ക് ഈ മനുഷ്യനെ വെറുപ്പാ. ഞാൻ ചോദിച്ചു, എന്താ കാര്യം എന്ന് പറയാ. ഈ മനുഷ്യൻ രാപകല് ഇരുന്ന് ബ്ലൂ ഫിലിം കാണുന്ന മനുഷ്യനാണ്. കെട്ടിയതിനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. വൃത്തികെട്ട മനുഷ്യനാണ്. എന്നിട്ട് ഇതിനകത്ത് കാണുന്നവരൊക്കെ ഞാൻ കാട്ടിക്കൂട്ടണമെന്നാണ് പറയുന്നത്. ഞാനതിന് സമ്മതിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് ചേച്ചി എന്നോട് പറഞ്ഞു. ഇനി അതിന്റെ ബാക്കി കേൾക്കണം നിങ്ങൾ. ഈ അടുത്ത നാളില് അവരുടെ മൂത്ത മകൻ എന്റെ ധ്യാനത്തിൽ വന്നു പങ്കെടുത്തു. അപ്പന്റെ 10 ഇരട്ടി മിടുക്കന ഈ ഒരു കാര്യത്തിൽ വന്നു. മ്ലേച്ഛതയില് അവന് നല്ലൊരു കോഴ്സും ഒക്കെ കഴിഞ്ഞു. ഉത്തരേന്ത്യയിൽ ഒരു സ്ഥലത്തായിരുന്നു പഠനമൊക്കെ. അവൻ ചെയ്യാത്ത ഒരു പാപമില്ല. 10-25 വയസ്സുള്ളൂ. വ്യഭിചാരവും സകല തോന്നിവാസങ്ങൾ ചെയ്ത്. ഇവന്റെ അപ്പനും അമ്മയൊക്കെ വിചാരിക്കുന്നത് ഇവൻ പരമപരിശുദ്ധനാണെന്ന് മാതാപിതാക്കൾ വിചാരിച്ചിരിക്കുക. പക്ഷെ ഇവൻ വ്യഭിചാരത്തിന്റെയും സകല തെമ്മാടിത്തരത്തിന്റെ ഉള്ളിലാ അവൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പണമുണ്ട്, അവൻ ഇഷ്ടംപോലെ പണം മാതാപിതാക്കൾ കൊടുക്കും. ഞാൻ അന്നേരം ഓർത്തു, ഇവന് ഈ പയ്യനോട് സംസാരിച്ചു. അപ്പൊ അവനോട് എനിക്കൊരു വിടുതൽ വേണം, അവനുവേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ ഓർത്തത് വർഷങ്ങൾക്ക് മുമ്പ് അവന്റെ അപ്പനും അമ്മയോട് സംസാരിച്ച സംഭവം ഞാൻ ഓർത്തു. അന്ന് അപ്പൻ ചെയ്തതും അമ്മ പറഞ്ഞതും ഒക്കെ അവർക്ക് ജനിച്ച മൂത്ത മോന്റെ അവസ്ഥ ഇതാ. ഞാനീ പറഞ്ഞത് സത്യമായ കാര്യമാണ്, ഒന്നും പൊലിപ്പിച്ചു പറയുന്നൊന്നും അല്ല, യാഥാർത്ഥ്യങ്ങളാണ് നിങ്ങളുടെ മുമ്പിൽ അങ്ങോട്ട് പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ വിശുദ്ധിയിൽ ജീവിച്ചാൽ നമുക്ക് ജനിക്കുന്ന മക്കളും വിശുദ്ധിയിലായിത്തീരും. വിശുദ്ധിയില്ലാതെ കുത്തഴിഞ്ഞ ജീവിതം നയിച്ച പുരുഷന്മാരും സ്ത്രീകളും അവരൊക്കെ വിവാഹ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞ് അവർക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങളുടെ അവസ്ഥ വളരെ സങ്കടകരമാണ്. ഇവിടെ മോശ പുരുഷന്മാരോട് പറയുന്നു, 3 ദിവസത്തേക്ക് സ്ത്രീകളെ സമീപിക്കരുത്, ശുദ്ധീകരിച്ച് ഒരുങ്ങാൻ പറയുക. പിന്നെ സീനായ് മലയിൽ ദൈവം പ്രത്യക്ഷപ്പെടുന്നതായിട്ട് നമ്മൾ വായിക്കുകയാണ്. ആ ദൈവത്തിന്റെ മഹത്വം കാണണമെങ്കിൽ, ദൈവമായിട്ട് ആഴമായ വ്യക്തിപരമായ ഒരു ബന്ധത്തിൽ ആകണമെങ്കിൽ നമ്മൾ വിശുദ്ധിയിൽ വളരണം. ഹല്ലേലൂയ.